മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാമൻ പ്രതാപിനെ വിളിച്ചിട്ട് ഒരു സന്തോഷ വാർത്ത ഉടനെ തന്നെ കേൾക്കാമെന്നും ഇതുവരെ സംഭവിച്ചതുപോലെയല്ല ഇത്തവണ വിജയം നമുക്കായിരിക്കും പ്രതാപ, അവളെ എന്നേക്കുമായിട്ട് മുകളിലേക്ക് പറഞ്ഞു വിടാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. ശേഷം ഇതറിയുന്ന മുത്തശ്ശി, പ്രതാപ ഇനി അവളുടെ കൂടെ ചേർന്ന് ഓരോന്ന് ചെയ്യുന്നത് ബുദ്ധിയല്ല എന്നും ആ മാർക്കോയുടെ ഭീഷണി ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്നടങ്ങുന്നതാണ് നല്ലത് എന്നെല്ലാം ഉപദേശിക്കുമ്പോൾ അത് ശരിയാണെന്ന് പ്രതാപനും തോന്നുന്നുണ്ട്. പിന്നീട് കരുണയും ദുർഗയും ആണെങ്കിൽ സ്വത്തിൻ്റെ മുക്കാൽ ഭാഗവും കണ്ണൻ മാഹിയുടെ പേരിലാക്കിയതിൻ്റെ നിരാശയിലും അമർഷത്തിലുമാണ്. അതൊന്നും അനുഭവിക്കാനായിട്ട് ആരുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനമെന്ന് ദുർഗ പറയുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും വരികയാണ്. എന്താ ഞങ്ങൾക്കെതിരെ വീണ്ടും എന്തെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണോ രണ്ടാളും കൂടിയെന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ, നീ ഇവളുടെ പേരിൽ എല്ലാ സ്വത്തുക്കളും എഴുതി വയ്ക്കാൻ തീരുമാനിച്ചില്ലേ, നോക്കിക്കോ കണ്ണ, അത് നിനക്ക് തന്നെ വിനയായി തീരുമെന്ന് ദുർഗ പറയുമ്പോൾ, കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാൽ ഈ തറവാട് തന്നെ മഹിയുടെ പേരിലാകും. അപ്പോൾ ഇയാളുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇയാളെ കുറ്റം പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ മഹാലക്ഷ്മിയും കൂട്ടി പോവാണ്. അവർ പോയതിന് ശേഷം ഇനി നമ്മളോട് പ്രതികാരം തീർക്കാനായിട്ട് നമ്മളെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കും അമ്മേ, അതിനു മുൻപ് നമുക്ക് എൻ്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയാലോ, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചതിനേക്കാളൊക്കെ നാണക്കേടായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് കരുണ പറയുമ്പോൾ, അങ്ങനെ നമ്മൾ ഇറങ്ങി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നടക്കില്ല എന്നല്ലേ മോളെ മേഘൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. ഇതേ സമയം ഉണ്ണി വന്നിട്ട്, ഇന്ന് ഈ രാത്രി കൂടിയേ മഹാലക്ഷ്മി ജീവനോടെ ഇവിടെ കാണൂ, നാളെ വെള്ള പുതുപ്പിച്ച് കിടത്തിയിരിക്കുന്ന അവരുടെ ശരീരമാണ് ഈ കമലേശ്വരം തറവാട്ടിൽ ആംബുലൻസിൽ എത്താൻ പോകുന്നത്. അതിന് വേണ്ടതൊക്കെ ഞാനും അമ്മാവനും ചേർന്ന് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇതുപോലുള്ള അപകടങ്ങളൊക്കെ പതിവായതുകൊണ്ട് തന്നെ അതൊരു സ്വാഭാവിക മരണമാണെന്നേ എല്ലാവരും കരുതൂ, നമ്മൾ പിടിക്കപ്പെടും എന്നുള്ള പേടിയും വേണ്ട എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, ഇതിനു മുൻപും പലതവണ ഉണ്ണിയേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് എന്തെങ്കിലും അവൾക്ക് സംഭവിച്ചോ, അതുകൊണ്ട് ഇനി അവളുടെ ഡെഡ് ബോഡി ഇവിടെ എത്തിട്ടെ, എന്നിട്ട് ഇങ്ങനെ മറന്ന് സന്തോഷിച്ചാൽ മതി എന്നെല്ലാം കരുണ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട്. പിന്നീട് കാണിക്കുന്നത് മുറിയിലെത്തിയതിന് ശേഷം താൻ നാളെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോകണമെന്നും ബാലചന്ദ്രൻ സർ അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരൂ എന്ന് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. ശേഷം അടുത്ത ട്രീറ്റ്മെൻറ്റ് കൂടി കഴിഞ്ഞാൽ കണ്ണനേട്ടന് മുട്ടിന് മുകളിലേക്ക് കൂടി ചലനശേഷി കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം സിദ്ധിയായിട്ടുള്ള ആ അമ്മ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കുന്നതിലേക്ക് ഇനി അധികം ദൂരമില്ല. അങ്ങനെ വന്നാൽ ഉടനെ തന്നെ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നടക്കുമെന്ന് മഹി പറയുമ്പോൾ, സിദ്ധിയായിട്ടുള്ള ആ അമ്മ പറഞ്ഞത് ബാലിക്കൂ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ, കണ്ണേട്ടൻ്റെ ഒന്നല്ല 2 കുഞ്ഞുങ്ങൾ നമുക്ക് ജനിക്കും. ആ കുഞ്ഞുങ്ങൾ ഈ തറവാട്ടിൽ പിച്ച് വെച്ച് ഓടി നടക്കുന്നത് നമുക്ക് കാണാമെന്നല്ല മഹി പറയുമ്പോൾ, താൻ പറഞ്ഞു ഞാനും ഇപ്പോൾ ആ സ്വപ്നം സത്യമായി കാണാനുള്ള കാത്തിരിപ്പിലാണെന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. ശേഷം കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് മഹി പോകുന്നതിന് തലേന്ന് രാത്രിയാണോ അതോ എല്ലാം കഴിഞ്ഞ് അന്നത്തെ ദിവസം രാത്രിയാണോ എന്നും അറിയില്ല, കണ്ണനും മഹാലക്ഷ്മിയും കൂടിയിട്ട് അവരുടെ സ്വപ്നങ്ങൾ വീണ്ടും പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അതെന്താണെന്നുള്ള കാര്യം വ്യക്തമല്ല. പിറ്റേന്ന് രാവിലെ തന്നെ മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്തുന്നുണ്ട്. അപ്പോൾ മഹിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ വർക്കർ വാമനും ഉണ്ണിയും പറഞ്ഞതുപോലെ ആ പലകയൊക്കെ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയും വാമനും ആണെങ്കിൽ മഹാലക്ഷ്മി ആ തട്ടിൽ ചവിട്ടി താഴേക്ക് വീണ് അവൾ മരിക്കുന്നത് കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. ബാലചന്ദ്രൻ സാറാണെങ്കിൽ മഹിക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന വാമനാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, അവളുടെ പ്രകടനം തുടങ്ങി, അവസാനത്തെ പ്രകടനമാണ്, നമ്മൾ രണ്ടും കൽപ്പിച്ചാടാ, ഇനി കണ്ണൻ്റെ സ്വത്തുക്കളും കമ്പനിയും ഭരിക്കാൻ ഇവളെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല, ഈ പന്ത് നമ്മുടെ കോട്ടിലാടാ എന്നെല്ലാം ഉണ്ണിയോട് പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹാലക്ഷ്മി താഴെ വീഴുന്നത് നേരിൽ കാണാനായിട്ട് വർക്കറും അതുപോലെ തന്നെ ഉണ്ണിയും വാമനും ഒക്കെ മഹിയുടെ പുറകെ തന്നെ ചെല്ലുന്നുണ്ട്. അങ്ങനെ തൻ്റെ മുന്നിലുള്ള ആ അപകടം അറിയാതെ മഹി നടന്ന് നീങ്ങുകയാണ്. തുടർന്ന് അതറിയാതെ മഹാലക്ഷ്മി അവിടെ ഇളക്കി വെച്ചിരിക്കുന്ന ആ തട്ടിൽ ചവിട്ടുകയും താഴേക്ക് വീഴുകയും ചെയ്യുന്നുണ്ടെങ്കിലും മഹി അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം അങ്ങനെ മഹാലക്ഷ്മി രക്ഷപ്പെടുന്നതിന് കാരണം മറ്റൊന്നുമല്ല, ഉണ്ണിയും വാമനും കൂടിയിട്ട് കൺസ്ട്രക്ഷൻ സൈറ്റിലെത്തുന്ന മഹിയെ അപായപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും.
കാരണം മഹാലക്ഷ്മി തിരിച്ചു വന്നത് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ്. അപ്പോൾ അതിന് അവർ പ്രതികാരം ചെയ്യും എന്നുള്ള കാര്യം കണ്ണന് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ചതി മുൻകൂട്ടി മനസ്സിലാക്കുന്ന കണ്ണൻ ബാലചന്ദ്രൻ സാറിനെ വിളിച്ചിട്ട് മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ബാലചന്ദ്രൻ സാറ് കണ്ണൻ പറഞ്ഞതിനെ തുടർന്ന് അവിടെ എല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് വർക്കറിനോട് വാമനും ഉണ്ണിയും കൂടിയിട്ട് മഹാലക്ഷ്മി അവിടെ വെച്ച് അപായപ്പെടുത്തണം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം ബാലചന്ദ്രൻ സാറിന് മുൻപേ തന്നെ അറിയാമായിരുന്നു. അങ്ങനെ ബാലചന്ദ്രൻ സാറ് തന്നെയാണ് മഹിയെ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ മഹാലക്ഷ്മി താഴെ വീഴുന്നത് കാണാനായിട്ട് കാത്തിരുന്ന് ഉണ്ണിയും വാമനും ആണെങ്കിൽ മഹാലക്ഷ്മി ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുന്നത് കൺമുന്നിൽ കണ്ട് കണ്ണം തള്ളി നോക്കി നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്